സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ബ്ലേഡ് വിവാദം വിടാതെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എസ്എഫ്ഐയും ലാത്തിയും തോക്കുമുള്ള പോലീസിന് എന്തിനാണ് ബ്ലേഡെന്ന് രമേശ് ചെന്നിത്തല വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രിയുടെ പ്രതികരണം. പ്രവർത്തകർ ബ്ലേഡുമായി എത്തിയെന്ന ആരോപണം തെളിയിക്കാൻ പോലീസിനെ വെല്ലുവിളിച്ച് എസ്എഫ്ഐ രംഗത്തെത്തി. വിഷയം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിക്കണമെന്ന് എസ്എഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം.എ. നന്ദൻ ആവശ്യപ്പെട്ടു. അന്വേഷണം ആവശ്യപ്പെട്ട് എസ്എഫ്ഐ ഡിജിപിക്ക് പരാതി നൽകി. കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് രമേശ് ചെന്നിത്തലയാണോ രാജീവ് ചന്ദ്രശേഖറാണോ എന്ന് എ റഹീം എംപിയുടെ ചോദ്യം. അതേസമയം വിഷയത്തിൽ സംസ്ഥാന ഭാരവാഹികളടക്കം കണ്ടാലറിയാവുന്ന 100ഓളം എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഇന്നലത്തെ മാർച്ചിന് തൊട്ടു പിന്നാലെ ഉയർന്ന ആരോപണമാണ്. എസ്എഫ്ഐ അത് തള്ളുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, ഇന്നലെ നടന്ന എസ്എഫ്ഐ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഈ റോഡിൽ ബ്ലേഡുകൾ കണ്ടെത്തിയത്. RRF ഉദ്യോഗസ്ഥന്റെ കൈക്ക് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റിരുന്നു. പിന്നാലെയാണ് ഈ പോലീസിനെ ആക്രമിക്കാൻ എസ്എഫ്ഐ പ്രവർത്തകർ കൊണ്ടുവന്ന ബ്ലേഡുകളാണ് എന്ന് പോലീസ് ആരോപണം ഉയർത്തിയത്. തുടർന്നാണ് ഇന്ന് മാരകായുധം കൊണ്ട് ആക്രമിച്ചതിനുള്ള വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തത്. BNS 118(1) വകുപ്പ് പ്രകാരമാണ് കേസ് ചുമത്തിയിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസുകാരെ പരിക്കേൽപ്പിച്ചതിനും വഴി തടഞ്ഞതിനും അടക്കം കുറ്റം ചുമത്തിയിട്ടുണ്ട്. എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്, സെക്രട്ടറി സഞ്ജീവ് അടക്കം 10 നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാവുന്ന 100 പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം പോലീസാണ് ബ്ലേഡ് കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നുള്ള പരാതി എസ്എഫ്ഐ ഉയർത്തിയിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് എസ്എഫ്ഐ പരാതിയും നൽകിയിട്ടുണ്ട്. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയും എസ്എഫ്ഐയും ഉൾപ്പെടെ ഇന്ന് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ആ ബ്ലേഡ് ആര് കൊണ്ടുവന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും പോലീസുകാരുടെ കയ്യിൽ ലാത്തിയിരിക്കുമ്പോൾ ബ്ലേഡ് കൂടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഈ ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടെത്തും. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആര് കൊണ്ടുവന്നാലും അത് ഞങ്ങൾ പിടിക്കുകയും ചെയ്യും. ആരാണ് ബ്ലേഡ് കൊണ്ടിരുന്നത്? സമരത്തിന് വരുന്ന ആളുകൾ എന്തിനാണ് ഈ ബ്ലേഡ് കൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. പോലീസിന് ഏതായാലും അവരുടെ കയ്യിൽ ലാത്തും തോക്കും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവർ ബ്ലേഡ് കൊണ്ടിരുന്നത്? അപ്പോൾ അത് വളരെ തെറ്റായൊരു സമര രീതിയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.